അതിലേറ്റവും സങ്കടകരമായ കാര്യം ആ ബൈക്ക് യാത്രക്കാരന്റെ മരണമായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇടുക്കി സ്വദേശിയാണ് ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് പേരെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും, അതായത് ഈ വാഹന ബസ് മറിയുമ്പോൾ ഈ സിഗ്നൽ കാത്ത് ഈ ബസ്സിന്റെ ഓരത്തുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരൻ ആ ബൈക്കിനും അയാളുടെ മുകളിലേക്കുമാണ് മറിഞ്ഞത്. നമുക്കറിയാം, ബസ് കുറച്ച് ഉയർത്തി ഒക്കെയാണ് ഈ പരിക്കേറ്റ ആളെ ബസ്സിനടിയിൽ നിന്ന് ബൈക്ക് യാത്രക്കാരനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കൂടി തന്നെ ഒരല്പം വൈകി എന്നുള്ള ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ ബസ് ഉയർത്താതെ തന്നെ ബസിന്റെ ഗ്ലാസ് കുത്തിച്ച് മറുവശത്തൂടെ എടുത്ത് ഒക്കെ എത്രയും പെട്ടെന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചെന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ അതിനിടയിൽ പരമാവധി രക്തം വാർന്നിരുന്നു. മാത്രമല്ല, നമുക്ക് ഊഹിക്കാവുന്നതുള്ള ഒരു ബസ് പൂർണ്ണമായി ശരീരത്തിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ് അതിന്റെ അടിയിൽപ്പെട്ട് ഉണ്ടായ ഒരു ദുരന്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് രക്തം പോയി. അങ്ങനെ വലിയ പരിക്കായിരുന്നു. അപ്പൊ ആശുപത്രിയിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷോറുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെത്തി അല്പസമയത്തിനകം മരിച്ചു എന്ന വിവരമാണ് ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇടുക്കി സ്വദേശിയാണ്, ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് പേര്. വളരെ ദാരുണമായ ഒരു അന്ത്യം എന്ന് പറയാം. കാരണം ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആളും പോരുമായിരുന്നില്ല. നേരെ മാടവന ജംഗ്ഷനിൽ നിന്ന് അരൂർ റൂട്ടിലേക്കുള്ള സിഗ്നൽ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ തൊട്ട് സൈഡിലൂടെ വന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടുകയും മറിയുകയും ഇയാളുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണം എന്ന് തന്നെ, ഒരു സംഭവം എന്ന് തന്നെ പറയാം. കാരണം അയാൾ ആ ബസ്സിലുണ്ടായിരുന്നയാളോ ബസ്സുമായി എന്തെങ്കിലും തരത്തിൽ ബസ് ഉണ്ടായിരുന്നയാളോ അല്ല. ബസ് മറിഞ്ഞത് നിർഭാഗ്യവശാൽ ഇയാളുടെ ബൈക്കിന് മുകളിലേക്കായി പോയി. ബൈക്കിൽ സിഗ്നൽ കാത്ത് കഴിയുന്ന ഇയാളുടെ പുറത്തേക്ക് ബസ് മറിഞ്ഞു. ബസ്സിനടിയിൽപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ ആളെ ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെ ശ്രമിച്ചു. അത് കുറെയൊക്കെ സക്സസ് ആകുകയും ചെയ്തു. അധികം നേരം ഒന്നും കിടക്കേണ്ടി വന്നില്ല. പക്ഷെ അതിനിടയിൽ കുറെ രക്തം വാർന്നുപോയി. ഗുരുതരമായ പരിക്കേറ്റിരുന്നു ആന്തരിക അവയവങ്ങൾക്കൊക്കെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിലുണ്ട് ഇപ്പോ. ഒപ്പം തന്നെ ഒരു 11 പേരും 11 പേരും ബസ്സിനകത്ത് ഉണ്ടായിരുന്നവരാണ്. ഡ്രൈവറും ബസ്സിലെ മറ്റ് ജീവനക്കാരും ഉൾപ്പെടെയാണ്. അവർക്കൊന്നും സാരമായി പരിക്കില്ല. ബസ് നിൽപ്പിൽ മറിയുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാരമായി പരിക്ക് അകത്തുള്ള ആർക്കും പറ്റിയിട്ടില്ല. അവർ പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനിടെ ശ്രമിക്കുന്നതിനിടെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ചില്ലൊക്കെ കൊണ്ടാണ് ചിലർക്ക് പരിക്കേറ്റുന്നത്. അവരാരുടെയും നില ഗുരുതരമല്ല. ആർക്കും ആശങ്കാജനകമായ ഒരു സാഹചര്യം. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇടുക്കി സ്വദേശി ഈ തൊട്ടടുത്തൊരു ബൈക്കിനകത്തുണ്ടായിരുന്നു. ബൈക്കിന് ഓടിച്ച് സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ജിജോയുടെ പുറത്തേക്കാണ് ഈ ബസ് മറിഞ്ഞത്. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോ അറിയുന്ന വിവരം. 11 പേർ കൂടി ആശുപത്രിയിലുണ്ട്. അവരുടെ ആരുടെയും നില ഗുരുതരമല്ല. ശരി സാലി, ഏതായാലും ഏറ്റവും സങ്കടകരമായ കാര്യം ആ ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു എന്നതാണ്. കാരണം നേരത്തെ സാലി പറഞ്ഞതുപോലെ ആ ബസ്സുമായിട്ടോ അതിലെ യാത്രയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അവിടെ ആ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലിൽ തൻ്റെ സിഗ്നൽ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ബസ് എത്തുകയും അത് മറിഞ്ഞ് ബൈക്കിൻ്റെയും യാത്രക്കാരുടെയും മുകളിലേക്ക് വീഴുകയും ചെയ്തത്. അങ്ങനെ മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളാണ് സ്വാഭാവികമായും. വലിയൊരു ഭാരമുള്ള ബസ് വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുക. അങ്ങനെ മരണം സംഭവിക്കുന്നു. ഇടുക്കി സ്വദേശി എന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് പേരുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും ഈ സമയത്ത് പുറത്തേക്ക് വന്നിട്ടില്ല. എങ്കിൽ പോലും അതൊരു ഈ പറയുന്നത് പോലെ ആ അപകടവുമായിട്ടോ അല്ലെങ്കിൽ ആ ബസ്സോ ആ ബസ്സിലെ യാത്രയുമായിട്ടോ ഒരു ബന്ധമില്ലാതിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹം റോഡിൽ സിഗ്നൽ കാത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ ബസ് എത്തുകയും അത് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തത്. അങ്ങനെയാണ് ദാരുണമായ സങ്കടകരമായ സംഭവം ഉണ്ടായത്. ഒരു ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു, ബസ് മറിഞ്ഞെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 11 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുവെന്നാണ്. അതായത് ഈ ബസ്സിൻ്റെ ഡ്രൈവറും അതിലെ ജീവനക്കാരും യാത്രക്കാരും അടക്കം 11 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. അവരുടെ ആരുടെയും നില ആശങ്കാജനകമല്ല എന്നത് ഏറെ ആശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ്. 42 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ 42 പേരുണ്ടായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.